സർ 2021 ഡൽഹിയിൽ മമതാ ബാനർജി സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് SFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഐഷ ഘോഷ് എന്നാണ് പേര് അവരുടെ. അപ്പം അവർ ഒരു കേസുണ്ടായിരുന്നു. മമതാ ബാനർജിയെ പ്രതിഷേധിക്കാനായിരുന്നു അവർ ആ ഒരു പ്രതിഷേധം നടത്തിയത്. പക്ഷെ അതിലവരെ അറസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് ഇവർക്ക് കോടതിയിൽ ഹാജരാകാൻ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ കോടതിയിൽ ഹാജരായില്ല. അങ്ങനെ ആ വാറണ്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ പോലീസ് ഈ AKG സെൻറ്ററിൽ എത്തിയത് ഡൽഹിയിൽ. പക്ഷേ അവരുടെ കൃത്യനിർവഹണത്തിന് ബ്രിട്ടാസ് രാജ്യസഭാ MP തടസ്സപ്പെടുത്തി. എന്താണ് സാർ അതിൻ്റെ വസ്തുത? ബ്രിട്ടാസ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അവർ വന്ന കാര്യം നടക്കാൻ പറ്റിയില്ല. ബ്രിട്ടാസ് പറഞ്ഞത് നിങ്ങൾക്ക് ഉടുപ്പില്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞു ഞാൻ ആരാണെന്ന് അറിയാമോ? അന്നേരം പറഞ്ഞു അവർ പറഞ്ഞു ആരാണെന്ന് അറിയത്തില്ല, ഞാനിതുവരെ രാജ്യസഭ MP ആണ്, മെമ്പർ ഓഫ് പാർലമെന്റ്. അപ്പോൾ പുള്ളിക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ കൊച്ചു പെണ്ണ അവള് SI കണ്ട പെൺകുട്ടിയായിരുന്നു. അവരെ പിടിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അപ്പം യൂണിഫോം എനിക്ക് വേണ്ട, കോടതിയുടെ പേപ്പറൊക്കെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് വേണമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെ ഐഡന്റിറ്റി കാർഡ് വേണമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശരി നിങ്ങൾ പറഞ്ഞത് അംഗീകരിച്ച് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് പോകുന്നു. ഇന്നലെ കേരളം മൊത്തം പ്രതിഷേധ പ്രകടനമായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. ആരാ ബ്രിട്ടാസ് എന്നറിയാമോ, മറ്റേതെന്നറിയാമോ, ബ്രിട്ടാസ് കണ്ടോ പുലിയാണല്ലോ എലിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചത് കണ്ടു. കേന്ദ്ര കമ്മിറ്റി ഓഫീസിലെ പോലീസിനെ, അമിത്ഷായുടെ പോലീസിനെ ചാടിച്ചെന്നോ ഓടിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് കണ്ടില്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ മൊത്തം ബ്രിട്ടാസിനെ പറ്റി കാര്യം പറയുന്നത്. അപ്പോൾ ബ്രിട്ടാസ് ചെയ്ത ജോലി ഞാൻ അദ്ദേഹത്തിൻ്റെ എന്ത് പറയുന്നത് അഭിനന്ദിക്കുകയാണ്. പുള്ളി CPMന്റെ കെയർ ഓഫിൽ MP ആയതുകൊണ്ട് അവിടെ പാർട്ടി ഓഫീസിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ SFIയുടെ പെൺകുട്ടിയെ വാറണ്ടുണ്ടായിട്ട് പോലും ഇദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ സാധിച്ചു. മനസ്സിലായില്ലേ? ഡൽഹി ഭരിക്കുന്ന സ്വാധീനമുള്ള BJPക്കും അല്ലെങ്കിൽ അവിടുത്തെ പോലീസിന്റെ നിയന്ത്രണം കേന്ദ്രത്തിനാക്കുമ്പോൾ അവിടുന്ന് ഉള്ള അമിത്ഷായെ ഒക്കെ ആ പോലീസിനെ പോലും വിറപ്പിച്ചെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഏതായാലും വിറപ്പിച്ചോ വിറച്ചോ എന്നൊക്കെയുള്ള കാര്യത്തെ പറ്റി എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയിട്ട് വിറപ്പിച്ചിട്ടും ഒന്നുമില്ല. കാരണം ഇയാൾക്കറിയാം ഡൽഹി എന്താണ്, ഡൽഹി പോലീസ് എന്താണെന്നൊക്കെ. ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഓടിക്കേറിയപ്പം ബ്രിട്ടാസിന്റെ അഖിലേന്ത്യാ നേതാവും കൂടെ കഴിഞ്ഞ ദിവസം ഈ വാങ്ചുക്കിനെ കാണാൻ ആശുപത്രി ചെന്നൊരു കഥ അറിയാമല്ലോ. ഇയാളെ ഇപ്പൊ ഇവരെ കാർഡ് ചോദിച്ചല്ലോ, അവരുടെ കാർഡില്ലായിരുന്നു, ഇവര് തിരിച്ചുപോയി. 16 കാർഡെടുത്ത് കാണിച്ചിട്ടൊക്കെ അവന്മാരവിടെ കയറ്റി വിട്ടില്ല. ബ്രിട്ടാസ് 8 കാർഡ്, മറ്റേ MAP പഴയ 8 കാർഡ്, മുൻ MP എന്നുള്ള പഴയ 8 കാർഡ്, പിന്നെ ഇവിടുത്തെ CPM അവരുടെ ബോളാന്റെ പാട്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് വണ്ടി വിട്ട സാധനം. അപ്പം അതിനകത്ത് ഈ വിറപ്പിച്ചെന്ന് പറയുമ്പോൾ വെറും പോലീസ് അവിടെ തന്നെ. ഈ പോലീസ് ഇവര് MP ആന്ന് പറഞ്ഞിട്ടും അഖിലേന്ത്യാ പാർട്ടിയാന്ന് പറഞ്ഞിട്ടൊന്നും അവര് പറഞ്ഞു കൂടെ ഇറങ്ങാൻ്റെ പാടിന് നീ MP എത്ര MP ഒക്കെ ഉണ്ടെങ്കിൽ അത് ബ്രിട്ടാസിന്റെ തന്നെ മനസ്സിലായി. ബ്രിട്ടാസ് ആ പോലീസുകാരി എടുത്ത് പറഞ്ഞു കേട്ടില്ലയോ, ഞാൻ MP ആന്ന്, അല്ല മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ആണെങ്കിൽ MP എല്ലാം നമുക്കറിയാം. ആപ്പാടെ നമുക്ക് 20 MP ഉള്ളൂ. നമുക്ക് ഇവരെല്ലാം വ്യക്തിപരമായിട്ട് ഇവിടെ കുഞ്ഞു കുണ്ടാണ് ഇവർക്ക് അറിയാം. അവിടെ പുള്ളി പരിചയപ്പെടുത്തണം. അന്നേരം ആ പോലീസുകാരി ചോദിച്ചു എന്തിയാ കാർഡ്, അന്നേരം പുള്ളി കാർഡ് കാണിച്ചു MP കാർഡ്. ഇതാ ഗതി, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇയാളെന്ന് പറയുന്നത് ഞാനാണെങ്കിൽ രാജ്യസഭയിൽ പോയി ബഹളം ഉണ്ടാക്കി. ഞാൻ രാജ്യസഭയിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ മല്ലികാർജുൻ ഖാർഗെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബാക്കി പ്രതിപക്ഷം മൊത്തം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അവരെല്ലാം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരി, എന്തോ ശരി, വാറണ്ടുണ്ടോ ജാമ്യം എടുക്കണ്ടേ, പോലീസ് പൊക്കത്തില്ലേ, അല്ലെ പോകാം. അവര് പിന്നെ അവരുടെ ഒരു മര്യാദ വെച്ചിട്ട് അവരുടെ ഐഡന്റിറ്റി കാർഡ് വേണമെങ്കിൽ ചോദിച്ചാൽ കാണുമായിരിക്കും. ഇതിനെപ്പറ്റി നിയമം അറിയത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ ബ്രിട്ടാസ് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കേരളത്തിൽ CPM എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞാലും ഉണ്ട്, ഇപ്പോഴും CPMന് സാധിക്കാൻ പറ്റും. CPM വിറപ്പിച്ചാൽ തന്നെ, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഇവിടുത്തെ AK സെന്റർ മുമ്പിൽ ഒരു പെങ്കൊച്ചു കയറി കവച്ചം കൊണ്ട് നിന്നപ്പോ എന്ത് ചെയ്യായിരുന്നു CPM? അവിടെ ഒരു ഇച്ചിരി ഉണ്ടെന്ന് അവര് APSകാരി അവിടോട്ട് ഞാൻ കയറി റൈഡ് ചെയ്യുമ്പോ ആളുണ്ടോന്ന് ചോദിച്ചോണ്ട് അവിടോട്ട് കയറി ഇന്നിപ്പം ഡൽഹിയിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് കയറി അവിടെ നിന്ന് ആ കൊച്ചിനെ ഇറക്കേണ്ടി പോയതാ. അത്രയ്ക്കുള്ള CPM ഒക്കെ ഉള്ളൂ. കേന്ദ്ര കമ്മിറ്റി ഓഫീസ് എന്നുള്ള അതിന് താഴെ ഒരു ചായക്കട ഉണ്ട്. അവിടെ ചെന്നിട്ട് കേന്ദ്ര കമ്മിറ്റി ഓഫീസ് എന്ന് ചോദിച്ചാൽ അയാൾക്ക് അറിയത്തില്ല. തമാശ പറഞ്ഞാല്, ചിരിക്കാൻ വേണ്ടി പറഞ്ഞാല് അറിയത്തില്ല. അതിന്റെ ഈ കെട്ടിടത്തിന്റെ അപ്പുറത്തൊരു ചായക്കട നടത്തുന്നുണ്ട്, അയാൾക്ക് അറിയത്തില്ല. അത്രയ്ക്കുള്ള ബലമേ ഉള്ളൂ അവിടെ.
അപ്പം ഇവിടെ അതല്ല, ഇവിടെ ആണൊക്കെ AK സെന്റർ മുമ്പില് അതിന്റെ പേര് ഞാൻ ഓർക്കുന്നു, ആ സ്ത്രീയുടെ. അവർ പറഞ്ഞ റെഡി ചെയ്ത് ഞാൻ പോകത്തുള്ളൂ. എന്തോ കയറിച്ച ആൾക്കാരൊക്കെ ഇറങ്ങിയൊക്കെ വന്നു, രക്ഷയില്ല. നിന്ന പോലീസ് നിന്ന് എന്ത് ചെയ്യും? കൊള്ളാതെ നട്ടലുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? പണ്ട് തിരുവഞ്ചൂരാശനും അടൂർ പ്രകാശോട് അവിടെ നിന്ന് സമരം ചെയ്തു. അവസാനം നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പൊ ADGP ഉണ്ടല്ലോ, മനോജ് എബ്രഹാം, അയാളന്ന് DYSP. ഞാൻ കണ്ടോണ്ട് നിൽക്കുക, ഒരു വിഷയം വന്നപ്പം സമരമാണ്. തിരുവഞ്ചൂരിന്റെ ഒക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സമരം വഷളാക്കണം, ഫോട്ടോ വരണം, അല്ലെങ്കിൽ തീർത്തിട്ട് പോകണമെന്നുള്ളതല്ല. തിരുവഞ്ചൂർ തിളങ്ങി നിൽക്കുക. ആദ്യം കാണുക, അന്ന് മന്ത്രിയായിട്ടില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ നിൽക്കുക. പുള്ളി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു 7 DYSമാർ പുള്ളിയുടെ പുറകെ നിന്ന് എങ്ങനെയും കോംപ്രമൈസ് ചെയ്യാൻ പറയും. പുള്ളി ഭയങ്കര രാഷ്ട്രീയക്കാരനാണ്. പുള്ളി എങ്ങനെ വന്നാലും അത് ഒക്കത്തില്ല, വേറെ കാരണം കണ്ടുപിടിച്ചു. അവസാനം അന്ന് ഒരു സ്ത്രീയായിരുന്നു, എനിക്കൊന്ന് ഈ പെൻഷൻ പറ്റിയ സ്ത്രീകളെയാണോ നേരത്തെ ഒരു DGP ഉണ്ട്, സന്ധ്യയാണെന്ന് തോന്നുന്നു. ഒരു ഗർഭിണിയാണ്, 5-6 മാസം. ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്. അവരൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഏതോ എനിക്കൊന്ന് പത്തനംതിട്ട ജില്ലയുടെ ചാർജാന്ന് തോന്നുന്നു, എന്തായാലും IPS. അവർ സംസാരിച്ച് അങ്ങോട്ട് സംസാരിച്ച് നിൽക്കാൻ പറയുക. അപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറയും. എന്നാ സ്പീക്കറെ വിളി. സ്പീക്കർ വിചാരിച്ചാൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കണം. അവസാനം ഒരു നിവൃത്തിയിൽ ഇവർ എണീറ്റ് പോകത്തില്ല. തിരുവഞ്ചൂർ രാവിലെ തൊട്ട് മനോരമയുടെ ഫോട്ടോഗ്രാഫറെ വിളിച്ച് നിർത്തിയേക്കുക, അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. പിറ്റേന്ന് മനോരമ ഫ്രണ്ട് പേജ് വരുമല്ലോ. അവസാനം ഈ മനോജ് എബ്രഹാമിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. മനോജ് എബ്രഹാം അന്ന് തുടക്കമാണ്, ഈ പ്രൊബേഷൻ ടൈം ആ DYSP ആയിട്ട് ചാർജ് കൊടുക്കും. അയാളോട്ട് ഏൽപ്പിച്ചു. എൻ്റെ മുന്നേ ഞാൻ ഇതിനകത്തുണ്ട്, അവിടെയൊക്കെ നിൽക്കുകയാണ്. ഇപ്പൊ എല്ലാ കോൺഗ്രസ്സുകാരോട് അവിടെ ഒരു മൈതാനത്തിനകത്ത് കയറി ഇങ്ങനെ കാരണം 2 MLA കിടക്കൂല. അപ്പൊ ഇവരങ്ങ് വീറായിട്ട് നിൽക്കുവോ, എന്തോ ചെയ്യാനാണ്. ഇപ്പൊ ഈ MLA കിടക്കുമ്പോൾ പോലീസൊന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോലീസിനെ കല്ല് ഇറക്കി എറിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പോലീസ് അടിക്കുന്നില്ല. അപ്പൊ അവര് സമയം പാലിച്ച് നിൽക്കും. അപ്പൊ ഇനി ആരും അടിക്കത്തില്ല. ഇവരോടെ കട്ടിലും കൂടി കിടക്കൂല. ഒന്ന് പ്രകാശുണ്ട്, ഒന്ന് MLA ഉണ്ട്, അടുത്ത പ്രകാശ്. ഈ 4 DYSമാരെ വിളിച്ചിട്ട് SP പറഞ്ഞു, ഈ സ്ത്രീ പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്യാം. അന്നേം പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. മന്ത്രിമാരൊക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾ നാളെ കാലത്ത് മന്ത്രിമാരാവുന്നു. രണ്ടും മോശമല്ല. കേരളത്തിലെ സമുന്നതരായിട്ടുള്ള ഒന്ന് പ്രകാശും ഒന്ന് തിരുവനന്തപുരം. അവസാനം ഒരു രക്ഷയില്ല. അപ്പോൾ അയാളെ മാറ്റി നിർത്തിയില്ല. അയാൾ ഉണ്ടാക്കിയ ഒരു വിഷയം വെച്ചിട്ടാണ് ഈ സത്യാഗ്രഹം മൊത്തം ഉണ്ടാക്കിയത്. ആരെ മനോജ് എബ്രഹാം അവിടെ നേരത്തെ എന്നിട്ട് അവന്റെ കുങ്ങാക്കി പിടി പിടിച്ചു. ആരെ കോൺഗ്രസ്സുകാരൻ. അതാ വിഷയം. അതിനാ സമരം നടക്കുന്നത്. അപ്പൊ അയാളെ ആ പിക്ചറിൽ നിന്നേ മാറ്റി നിർത്തിയേക്കുക. അടൂർ DYSP ആണെങ്കിൽ പോലും മാറ്റും. അവസാനം ഒന്നും നിവർത്തിയില്ല. മനോജ് എബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞു ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ. അയാൾ പറഞ്ഞു എനിക്ക് അറസ്റ്റ് ചെയ്യാം. ഇയാൾ ഇങ്ങോട്ട് വന്ന് ചാർജ് എന്ന് അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. പോലീസ് ഇല്ലല്ല, പോലീസ് 2 പുറത്തോട് പുറമൊന്ന് ചാരി. ഞാൻ നോക്കിയപ്പോ ഒരു പോലീസായിട്ട് തോന്നുന്നുണ്ട്, 2 തലയുണ്ട്. എന്റെ പൊന്ന് സന്ധ്യ, 1/2 മണിക്കൂർ കൊണ്ട് പിന്നെ കതർ തുണി പോലും ഇല്ല അവിടെ. ഞാൻ തമാശ പറഞ്ഞില്ല, കതർ തുണി പോലും ഇല്ല. ചിരിക്കാൻ പറഞ്ഞില്ല, നേരിട്ട് കണ്ടാ പറഞ്ഞു. ഈ തിരുവഞ്ചൂരാശനെയൊക്കെ പിടിച്ച് 4 പോലീസുകാര്, ഒരു കാലയിലൊരുത്തൻ ഒരു കയ്യിലൊരുത്തൻ വീശി വണ്ടിക്കകത്തോട്ട് എറിഞ്ഞത്. ഈ പ്രകാശിനെ തന്നെ എടുത്ത് വണ്ടിക്കകത്തോട്ട് എറിഞ്ഞു കളഞ്ഞു. കാരണം വലിയ വണ്ടി ഉണ്ടല്ലോ അതിനകത്തോട്ട്. അബദ്ധം പറ്റി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ വലിയ വിദഗ്ധനാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രധാനപ്പെട്ട മനോരമയായിട്ട് നല്ല ബന്ധമാണ്. ഫോട്ടോഗ്രാഫറെ അവിടെ ഉണ്ട്, ഫോട്ടോ എടുത്തു. പോലീസുകാരന്റെ കാലുകൊണ്ട് തലയങ്ങ് മറഞ്ഞുപോയി. അതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മെനക്കെട്ട് ഫോട്ടോ കിട്ടി. ഇവിടെ തലയില്ല, എന്തോ ചെയ്യാനൊക്കെ. അങ്ങനെ ആ ഫോട്ടോ പോയി. പിറ്റേന്ന് വലിയ വിഷയമായി. അവസാനം ഭരണം വന്നു. എന്തോ ഈ മനോജ് എബ്രഹാം ഭരണം വന്നപ്പം അപ്പം ഞാനീ പറഞ്ഞത് ബ്രിട്ടാസ് ഇത് ആലോചിക്കണം. നല്ല പോലീസുകാരാണെങ്കിൽ അവർക്ക് ഓർഡർ കിട്ടാമെങ്കിൽ അവർ കൈകാര്യം ചെയ്യും. ഞാൻ ചോദിച്ചിട്ട് ഈ കൊച്ചിന് വാറണ്ടുണ്ട്. ഈ കൊച്ചിന്റെ ഡൽഹി കലാപത്തിന് അവിടെ പങ്കെടുത്തവരെ മൊത്തം ഫോട്ടോ എടുത്തിട്ട് എത്ര വലുപ്പത്തിൽ ആ കലാപത്തിനുള്ള ആൾക്കാരെ കേന്ദ്ര ഗവൺമെന്റ് നിരീക്ഷിക്കുന്നുള്ള തെളിവാണ്. ഈ കൊച്ചിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഈ കൊച്ചിന്റെ പുറകോട്ടുള്ള ഇത് വെച്ച് പിന്നെ വാറണ്ടുണ്ട്. വാറണ്ട് അറസ്റ്റ് ചെയ്യുന്നത്. അത് നാളെ കാലത്തായാലും അത് കോടതിയിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നത് കോടതിയും ജാമ്യം കിട്ടിയില്ല അവർ അറസ്റ്റ് ചെയ്യും. അത് നിയമപരമാണ്. ആ നിയമത്തിന് എങ്ങനെ ഇപ്പൊ അവിടുന്ന് കാർഡിൽ നിന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ കാർഡ് ഒക്കത്തില്ല. അവരിപ്പം ഞാൻ പിന്നെ വേറെ കാര്യമുണ്ട്. ആരാ പറഞ്ഞ് ദേവചന്ദ് രാജ്യസഭ പറഞ്ഞിട്ട് നമ്മുടെ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷം മൊത്തം എന്റെ കൂടെ ആയിരുന്നു, ഞങ്ങൾ ഭയങ്കര ബഹളമായിരുന്നു, ഞങ്ങൾ എണീറ്റ് ഇരുന്ന് പ്രതിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പത്രസമ്മേളനം കണ്ടേ. പുള്ളിയുടെ ഗമയൊക്കെ കണ്ടു കഴിഞ്ഞാലേ അല്ലെ മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ്പൊ ഈ അമിത്ഷായൊക്കെ എന്തിനു വേണ്ടി ഗമ കാണിക്കണം മനസ്സിലാവുന്നുണ്ടോ? ഇയാൾ ഞങ്ങൾ MP-മാർ മൊത്തം കൂടെ ഇന്ന് രാവിലെ തൊട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ MP-മാർ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലോട്ട് തള്ളിക്കയറുന്നു. ഏതായാലും ഉണ്ണിക്കുട്ടനും മാണിയുടെ മോൻ മാണിയുടെ ഉണ്ണിക്കുട്ടനും വേറെ സന്തോഷം എന്ന് പറഞ്ഞ CPI-യുടെ ഒരു MP ഉണ്ട്. 2 പേരുടെ ചെന്നൈനാ ഭയങ്കര ഇടതുപക്ഷ MP-മാരുടെ തള്ളിക്കയറ്റം. ആ പാടെ 6 ഉള്ളൂ. കളിയാക്കി പറയുകയല്ല. 4 ലോകസഭയും 3 എണ്ണം
ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് അല്ല 2 തമിഴ്നാട്ടിൽ നിന്ന്, 1 രാജസ്ഥാനിൽ നിന്ന്, 1 ഇവിടുന്ന്. ഈ 4 പേരും പിന്നെ ഈ 2 രാജ്യസഭ എംപിമാരും ഉണ്ട്. ഇയാളെ ഇപ്പൊ റഹീമിന്റെ ഒക്കെ ഇപ്പൊ തീരുമെന്നാ പറയുന്നത്. തീർന്നു കഴിയുമ്പോൾ പിന്നെ 5 ഇവരാ തള്ളി കയറിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായി? ഇവിടുത്തെ വാർത്ത കേട്ടാൻ അറിയാൻ വയ്യാത്തവൻ ഈ എണ്ണമൊന്നും അറിയാൻ വയ്യാത്തവൻ വിചാരിക്കും വലിയ ഇതാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഇതേ മാതിരി ഇങ്ങനെ ഇത്രയും മസിൽ പിടിച്ചാൽ അമിത്ഷായൊക്കെ എന്തും വേണ്ടി മസിൽ പിടിക്കുന്നു? അതല്ല ഈ BJPക്കാർ എന്തും അവരുടെ മര്യാദ കൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ജനാധിപത്യ മര്യാദയ്ക്ക് ആണല്ലോ, മര്യാദകേടാണ്, ജനാധിപത്യ സംവിധാനത്തിന്റെ തകർച്ചയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ വെടിവെച്ചിട്ട്, ഈ ബ്രിട്ടാസിനെയൊക്കെ വെടിവെച്ചിട്ട് ഡൽഹി പോലീസ് ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതായാലും ബ്രിട്ടാസിന്റെ ഷോ ബ്രിട്ടാസിനെ ഇവിടെ ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടി സഹായിക്കും. ആ കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതുവരെ പിടിക്കാരുതെന്ന് പറഞ്ഞാൽ പോലീസിന് വാറണ്ട് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, നോട്ട് ചെയ്യാഞ്ഞിട്ടാണല്ലോ. ഇപ്പൊ അവിടെ ചെന്നിട്ട് ഇതിനെ നോട്ട് ചെയ്ത് അവിടെ ചെന്നു, അവിടുന്ന് ഇറക്കി വിട്ട സ്ഥിതിക്ക് ഇനി എവിടെ ഇരുന്നാലും ഇതിനെ പിടിക്കും. അത് മനസ്സിലാകുന്നുണ്ടോ? പണ്ട് ഈ പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി ഓഫീസുകളിലും കയറത്തില്ല. തിരുവനന്തപുരം ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നപ്പോഴാണ് പാർട്ടി ഗ്രാമങ്ങളിൽ കയറി, പാർട്ടി ഓഫീസ് കയറി, അറിയാമല്ലോ ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ DSP, അതുപോലെ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറെ റോഡിൽ കൈ കാണിച്ച് നിർത്തിയിട്ട് വണ്ടിയെന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോയതാ. കേരളത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ധൈര്യമുള്ള വിചാരിച്ചതെല്ലാം നടക്കും. ബ്രിട്ടാസ് നമ്മളീ പറഞ്ഞതുപോലെ ഞെളിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബ്രിട്ടാസിന്റെ പേരിൽ വാറണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷയമുണ്ടെങ്കിൽ നിയമം ലംഘിക്കാൻ തുടങ്ങിയാൽ ആരെയായാലും പിടിക്കും. ബ്രിട്ടാസ് അതിനെ അറിയണമെങ്കിൽ മുൻ ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും അല്ലെങ്കിൽ കേരളത്തിലെ സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ വക്കീലുമായിട്ടുള്ള ചിദംബരത്തിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ചിദംബരത്തിന് നമ്മൾ ഇപ്പോൾ മുയലിനെ പട്ടി ഓടിച്ചിട്ട് പിടിക്കുന്ന കണ്ടുണ്ടോ? കണ്ടുണ്ടോ? ശ്രദ്ധിച്ചാൽ മനസ്സിലായി. അതുപോലെ ഓടിയണക്കെ ആരാ ചിദംബരം എന്ന് വെച്ചാൽ ഓടിച്ച് അവനെ കൊണ്ടുവന്ന മതിയാടി ഓടി അതിന്റെ മണ്ടയിൽ കൂടെ കയറി വീട്ടിൽ നിന്ന് പിടിച്ച് എടുത്തുകൊണ്ട് പോയി 100 ദിവസം അകത്തിട്ട ഈ അമിത്ഷാ. കാരണം അമിത്ഷായെ ഗുജറാത്തിൽ വെച്ചിട്ട് കള്ളക്കേസ് ഉണ്ടാക്കി 100 ദിവസം അകത്തിട്ടതിന് അതേ ഇയാളെ പിടിച്ച് 100 ദിവസം അകത്തിട്ട് 101ാമത്തെ ദിവസം ഇറക്കി വിട്ടത്. അപ്പൊ അതിനത്രയൊന്നും വരത്തില്ലല്ലോ എൻ്റെ പൊന്ന് ബ്രിട്ടാസേ. അപ്പം ഈ പാവം പിടിച്ച കൊച്ചിന്റെ അവസ്ഥ വളരെ ദയനീയമായി. ഇനി എവിടെ ആയാലും ഓടിച്ചിട്ട് പിടിക്കും. ഞാൻ അതിനെ കുറച്ച് കാണുന്നൊന്നുമില്ല, നല്ല സമരവീര്യമുള്ള കുട്ടിയാണ്. പക്ഷെ അതിന് വാറണ്ട് ഉണ്ടെന്ന് ഈ വലിയ ന്യായം പറയാതെ ഈ വാറണ്ടിനകത്ത് അതിനൊരു ജാമ്യം എടുത്തുകൊള്ളു. അഖിലേന്ത്യാ പാർട്ടിയും അഖിലേന്ത്യാ ബ്രിട്ടാസും ഒക്കെ അല്ലയോ, അതിന് ജാമ്യം എടുത്തോളൂ. പാവം പിടിച്ച പെങ്കൊച്ചല്ലേ. അല്ലാതെ ഇമ്മാതെ എവിടെയെങ്കിലും കിടന്ന് ഫോട്ടോ എടുത്തിട്ട് അതിനെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഡൽഹി പോലീസൊക്കെ അവന്മാർക്ക് ഈ ദേഷ്യം എല്ലാം കൂടി ഇരിക്കുക. എവിടെയെങ്കിലുമൊക്കെ ലാത്തി വെച്ചൊക്കെ കുത്തി നാളെ കാലത്ത് ജീവിതം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഏതായാലും ബ്രിട്ടാസിന്റെ ഈ പട്ടി ഷോ ആരൊക്കെ പറയുന്നത് പട്ടി ഷോ എന്നാണ്. ഞാനിപ്പോ അങ്ങനെ പറയുന്നില്ല. ഈ ഷോ എന്താ പറഞ്ഞുള്ള ഈ നമ്മൾ പറയത്തില്ല ഇതിനകത്തെ കോമഡി ഷോ പോലെ ഈ സർക്കസിനകത്തൊക്കെ അറിയാവുന്നവർക്ക് കാണുമ്പോൾ സഹതാപം തോന്നും ഭാഗത്തിനോട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.